ഇപ്പോൾ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ കൂടിയായ ശ്രീ രാജഗോപാൽ കമ്മത്ത് നമുക്കൊപ്പം ചേർന്നു. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഈ വയനാട് വലിയ ദുരന്തത്തിലേക്ക് കടക്കുന്നതിന് മുൻപൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മഴയുടെ രീതി മാറുന്നു, മഴയുടെ സ്വഭാവം മാറുന്നു. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതിശക്തമായിട്ട് മഴ പെയ്യുന്നു. ഈ മഴ ഭൂഗർഭ ജലസമ്പത്താകുന്നുമില്ല. ഈ തരത്തിൽ മണ്ണിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മഴ പെയ്യുന്നു. ഈ 4 ദിവസത്തിനുള്ളിൽ റെക്കോർഡ് രീതിയിലുള്ള മഴയാണ് ഇടുക്കി ജില്ലയിലൊക്കെ കിട്ടിയിരിക്കുന്നത്. കാലവർഷം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങനെയാ കാണുന്നു താങ്കൾ? നമ്മള് ഇപ്രാവശ്യത്തെ ഒരു മൺസൂൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആദ്യം തന്നെ നമ്മൾ നിശ്ചയിച്ചാണ് അതൊരു എബവ് നോർമൽ മൺസൂൺ ആയിരിക്കും എന്നുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് വന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അത് നേരത്തെ വരികയും കാറ്റിന്റെ പ്രത്യേകത കാരണം നേരത്തെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് അത് മഹാരാഷ്ട്ര വരെയൊക്കെ വ്യാപിക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പൊ അത് വളരെ ശക്തമായിട്ട് അവിടുത്തെ ന്യൂനമർദ്ദം കാരണം മഹാരാഷ്ട്ര കോസ്റ്റിൽ ന്യൂനമർദ്ദം കാരണം വളരെ ശക്തമായ മഴയാണ് അവിടെ പെയ്തിരുന്നത്. കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലും അതിന്റെ വടക്കൻ ജില്ലകളിൽ അതിന്റെ ആഘാതം വളരെയധികം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 24-ാം തീയതി രാവിലെ ഏകദേശം 9:30 മണിക്കാണ് എറണാകുളത്ത് മൺസൂൺ എത്തിയത്. അത് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നു. 9:30 മൺസൂൺ മഴ ആദ്യമായിട്ട് എറണാകുളത്ത് പെയ്തത്. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മൺസൂണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രപരമായ കാരണങ്ങൾ ഇതിനകത്തുണ്ട്. ഭൂമിയിലെ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ പോരാ. കാരണം സൂര്യന്റെ ഒരു സൈക്കിളുണ്ട്, ചാക്രികമായ ഒരു വ്യത്യാസമുണ്ട് സൂര്യൻ. ഓരോ 11.5 വർഷം കൂടുമ്പോഴും സൂര്യൻ സോളാർ മിനിമത്തിലേക്ക് കിടക്കും. അതായത് 5 വർഷം കൂടുമ്പോൾ സോളാർ മാക്സിമത്തിൽ നിന്നും സോളാർ മിനിമത്തിലേക്കും പിന്നീട് 5 വർഷം കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്കും കിടക്കുന്നതാണ്. അപ്പോൾ 2009 ഏറ്റവും കൂടുതൽ മഴ നേരത്തെ വന്നു എന്നുള്ളൊരു വാർത്തയുണ്ടല്ലോ. നമ്മളിപ്പോൾ പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. 16 വർഷം മുമ്പ് മഴ നേരത്തെ വന്നു. മഴ നേരത്തെ വരുന്നതിന് കാരണം അന്ന് ഡീപ് സോളാർ മിനിമം എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് അടുത്ത ഡീപ് സോളാർ മിനിമം എന്ന് പറയുന്നത് 2018 ആ ഡീപ് സോളാർ മിനിമത്തിൽ സൂര്യന്റെ അവസ്ഥ വളരെ തീവ്രത കുറഞ്ഞ അവസ്ഥയായിരുന്നു. ആ സമയത്താണ് 2018 നമുക്ക് പ്രളയ സമാനമായിട്ടുള്ള മഴ ലഭിച്ചത്. അതിന്റെ ഒരു പ്രഭാവം 2019 വരെ തുടർന്നു. 2019 ഏകദേശം ഒരു സെപ്റ്റംബർ വരെ തുടർന്നു. 2019 ശേഷം സൂര്യൻ സോളാർ മാക്സിമത്തിലേക്ക് പതിയെ നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് 2024 നമുക്കറിയാം. 2023-24 കാലയളവിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടതാണ് കേരളത്തിൽ. 2024 ഏറ്റവും കൂടുതൽ ചൂട് നമ്മൾ അനുഭവിച്ചത് വേനൽക്കാലത്ത്. ആ കാലഘട്ടത്തിൽ 2024 മഴ വളരെ കുറവായിരുന്നു. നമ്മുടെ സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ വളരെ കുറവായിരുന്നു 2024. നവംബർ 2024 സൂര്യൻ സോളാർ മാക്സിമത്തിലേക്ക് നിന്നും അടുത്ത താഴ്ന്ന പ്രഭാവത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ആ പ്രയാണം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു കുറവ് സൂര്യന്റെ തീവ്രതയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അനുഭവപ്പെടുന്ന വേളയിൽ മൺസൂണിന്റെ അത് നേരിട്ട് മൺസൂണിനെ ബാധിക്കും. 2023-24 സൂര്യന്റെ പ്രഭാവം കൂടിയിരുന്നത് കാരണം, സോളാർ മാക്സിമം ആയിരുന്നത് കാരണം അന്റാർട്ടിക്കയുടെ ഐസ് ഷീറ്റ് വളരെയധികം ഉരുകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഇന്ത്യ മഹാസമുദ്രത്തിന്റെ താപനില 34 ഡിഗ്രി വരെ എത്തിയിരുന്നു ഞാൻ നിരീക്ഷിച്ചപ്പോൾ. അത് അറബിക്കടലിന്റെ തീരങ്ങൾ ഏകദേശം 33, 32, 33 ഡിഗ്രി വരെ ആ സമയത്ത് എത്തി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ താപനില 29-30 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. അതുപോലെ അറബിക്കടലിന്റെയും താപനില ഏകദേശം അത്രയും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്രാവശ്യം കാണുന്നത് ആദ്യം പെയ്ത മഴ കൊണ്ട് കേരള ലാൻഡ് മാസിന്റെ താപനില ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കടലും കരയും തമ്മിലുള്ള താപനിലയിലെ വ്യത്യാസം ഏകദേശം 6 മുതൽ 7 ഡിഗ്രി വരെ ചില സമയത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കാറ്റിനുള്ള ഒഴുക്കുണ്ടായും അതിൻ്റെ കൂടെ ഈർപ്പമുള്ള മേഘങ്ങൾ വന്ന് ഇവിടെ അടിഞ്ഞുകൂടി മഴ പെയ്തത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് മഴ മലയോര മേഖലകളിൽ ലഭിച്ചു. സാധാരണ കണ്ടുവരുന്നത് കോസ്റ്റൽ ഏരിയാസിൽ തീരദേശ മേഖലയിൽ ആദ്യം മഴ പെയ്തിട്ട് പിന്നെ അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മലയോര മേഖലകളിൽ ശക്തമാകുന്നത്. പക്ഷേ മൺസൂൺ വന്ന അതേ ദിവസം അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ നേരിട്ട് മഴ വനംപ്രദേശങ്ങളിൽ പെയ്യുന്ന ഒരു കാര്യമുണ്ടായി. അത് ഈ കാറ്റിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഈ കാറ്റ് കൂടാൻ കാരണം എന്ന് പറയുന്നത് ലാൻഡ് മാസിന്റെ താപനില ഗണ്യമായിട്ട് കുറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ അതൊരു പോസിറ്റീവായിട്ടാണ് നമുക്ക് വരുന്നത്. ഇപ്രാവശ്യം കാറ്റ് കൂടുന്നതിനും ഈ ഒരു പെട്ടെന്ന് ചുഴറ്റിയടിക്കുന്ന ഗസ്റ്റ് വിൻഡ് എന്ന് പറയും അതുണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ മർദ്ദവ്യതിയാനം മൂലമാണ്. പെട്ടെന്ന് ചിലയിടങ്ങളിൽ താപനില താഴുന്നു. ആ താഴ്ന്നു കഴിഞ്ഞാൽ ചൂടായി കിടക്കുന്ന കടലിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഒഴുക്കുണ്ടാവും, മേഘങ്ങളുടെ ഒഴുക്കുണ്ടാവും.
അപ്പൊ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രഭാവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് ഈ ബംഗാൾ ഉൾക്കടലിലെ ഒരു ന്യൂനമർദ്ദം ഫോം ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ആ മലയോര മേഖലകളിൽ മഴ കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ വളരെയധികം ശക്തമായ മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ലഭിക്കുന്നുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും പസഫിക്കിലെ സൗത്ത് ചൈന കടലിലെ ആ ഒരു പ്രഭാവവും മൂലമാണ്. ആ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ അത് തെക്കൻ ജില്ലകളിലെ കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ തെക്ക് ഭാഗത്തെ മലയോര പ്രദേശങ്ങളെയാണ് ബാധിക്കുക, ഇടുക്കിയെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ ന്യൂനമർദ്ദം തീവ്രമായി വരികയാണ്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ പത്തനംതിട്ടയിലൊക്കെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രഭാവം ഇന്നും നാളെയും വളരെ ശക്തമായിട്ട് തന്നെ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ പോകുന്നത് ഈ മേഖലകളിലായിരിക്കും. പിന്നെ അതിനടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഇടനാട്ടിലുമൊക്കെ അതിന്റെ പ്രഭാവം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വടക്കേ മഹാരാഷ്ട്ര തീരത്തെയും കൊങ്കൺ തീരത്തെയും മഹാരാഷ്ട്ര തീരത്തെ ആ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം കാരണം കാസർഗോഡും വടക്കൻ ജില്ലകളിലും മംഗലാപുരം, കാസർഗോഡ് തുടങ്ങിയ മേഖലകളിൽ നല്ല മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോ ആ ഒരു രീതിയിലാണ് രണ്ട് പ്രഭാവങ്ങളാണ് നമ്മളെ ഇപ്രാവശ്യം ബാധിക്കുന്നത്. ഇതിലൊരു ശമനം ഉണ്ടാകുന്നത് 31-ാം തീയതിയോട് കൂടി ഇതിന്റെ ഒരു പ്രഭാവം കുറഞ്ഞു വരികയും പിന്നീട് ചെറുകിട മഴകളൊക്കെ തെക്കൻ ജില്ലകളിൽ മാത്രം പെയ്യുകയും ചെയ്യും. ജൂൺ ആദ്യ വാരത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ചെറിയ ഡ്രിസിൽസ് മാത്രമേ, ചാറ്റൽ മഴകൾ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ ജൂൺ ആദ്യ വാരത്തിൽ. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ശരിയായ ഒരു മൺസൂണായിട്ട് വരുന്നതും നമ്മുടെ ഇവിടുത്തെ ആഘാതത്തിന് കാരണമായിട്ടുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. നമുക്കറിയാം സൂര്യനിപ്പോ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ആ ഒരു ഭ്രമണം കാരണം നമ്മുടെ സീസൺ മാറി വരികയാണ്. സദേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ പ്രഭാവം ശൈത്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രഭാവം നമ്മുടെ ഇന്ത്യ മഹാസമുദ്രത്തിലും അതിനിപ്പുറത്തുള്ള നമ്മുടെ അറബിക്കടലിലും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ ഇത്രയും നമുക്ക് ശൈത്യമുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നത്. ചില അവസരങ്ങളിൽ കർക്കിടകത്തിൽ വളരെയധികം തണുത്ത ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് സദേൺ ഹെമിസ്ഫിയറിലേക്ക് ഇതിന്റെ പ്രഭാവം മാറുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെതായിട്ടുള്ള പ്രയോജനം ലഭിക്കുകയും അങ്ങനെയാണ് മൺസൂൺ ഉണ്ടാകുന്നത് തന്നെ. നമുക്ക് അതിന്റെ ഒരു പ്രയോജനം നമുക്ക് ഇവിടെ ലഭിക്കുകയും നല്ല മൺസൂണിനുള്ള ഒരു അവസ്ഥ സംജാതമാകുകയും ചെയ്യും. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ വയനാട് ഉണ്ടായ പോലുള്ള ഒരു വലിയൊരു സംഭവമൊന്നും നമുക്കിപ്പോൾ തൽക്കാലം പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്നതിന് കരുതിയിരിക്കണം. കാരണം വയനാട് പോലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് ഇത്രയും മഴയൊന്നും പോരാ. കാരണം അതിശക്തമായിട്ടുള്ള മഴ തുടർച്ചയായിട്ട് പെയ്തെങ്കിൽ മാത്രമേ മണ്ണ് അത് സാച്ചുറേറ്റഡ് ആയിട്ട് ആ രീതിയിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാകത്തുള്ളൂ, വൻകിട ഉരുൾപൊട്ടലുകൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്കിപ്പോൾ സംജാതമായിട്ടില്ല. ഇക്കുറി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇടുക്കി, പത്തനംതിട്ട മേഖല, കോട്ടയം, കുട്ടിക്കൽ അങ്ങനെയുള്ള മേഖലകളാണ് നമ്മൾ ഇപ്രാവശ്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം പൊതുവെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ മേഖലകളിലാണ് മഴ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അടുത്ത ഒരു മൺസൂണിന്റെ സ്പെല്ലില് എങ്ങനെയാണ് ഈ മേഖലകളിൽ മഴ പെയ്യുക എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഓരോ മണിക്കൂറിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഒരു മാസം സമയമുണ്ട്, മുൻകരുതലുകൾ എടുക്കാനുള്ള ധാരാളം സമയമുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. പിന്നെ ഈ സർക്കാർ നൽകുന്ന അലർട്ടുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വളരെ ഭംഗിയായിട്ട് തന്നെ ഇപ്പോൾ സർക്കാർ അലർട്ടുകൾ നൽകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്മാർട്ടായിട്ടുള്ള ഒരു മന്ത്രിയും ഉണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എല്ലാ ജനങ്ങളിലേക്കും മെസ്സേജ് എത്തിക്കുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് പെരുമാറണം. അതുപോലെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ, ഈ വലിയ മഴകൾ പെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. അപ്പൊ നമുക്ക് റോഡിലൊക്കെ ഉണ്ടാകുന്ന മരം മറിഞ്ഞു വീഴുന്ന അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ വൈദ്യുത കമ്പി അങ്ങനെയൊക്കെയുള്ള രാത്രിയിലാണ് ഈ പ്രശ്നങ്ങൾ. കാരണം നമുക്ക് കാണാൻ ദൃഷ്ടി കുറവാണല്ലോ. ആ സമയത്ത് വെളിച്ചം കുറവായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് കറണ്ടൊന്നും ഇല്ല. ഇടുക്കിയിലൊക്കെ കറണ്ട് ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയില്ല. എന്തൊക്കെയാണ് റോഡിൽ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരു മരവട പാച്ചിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ ഇടുക്കിയും
പത്തനംതിട്ടയൊക്കെ മഴ പെയ്യുന്നതുകൊണ്ടാണ് നദികളിൽ വെള്ളം കൂടുന്നത്. അതിങ്ങനെ ഈ 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. കാരണം മീനച്ചിലാറിലും ഭൂമരകത്തും ഒക്കെ വെള്ളം കയറും. കാരണം ഈ പെയ്യുന്ന മഴ മുഴുവൻ ഒഴുകി പോകുന്നത് ഈ ഭാഗങ്ങളിലേക്കാണ്. അപ്പൊ അവിടെ ഉള്ളവര് ഇപ്പൊ സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം ഏത് സമയത്താണ് അത് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴുകി വന്നൊരു വെള്ളപ്പൊക്കത്തിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവർ ഈ മഴ നിന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് അത് സൂക്ഷിക്കണം. ഇപ്പൊ തന്നെ കോട്ടയത്തൊക്കെ വെള്ളം കയറിയെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കണം നമ്മള്. തീർച്ചയായിട്ടും കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ശ്രീ രാജഗോപാൽ കമത്താണ് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞത്. 2018 ഉണ്ടായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമുള്ള ഒരു പാറ്റേണിലുള്ള മഴ കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് പറയുന്നു. MG മിഥുൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, ആയിഷത്തിൽ ഷംനയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷംന, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒരു വശത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ 30-ാം തീയതിക്ക് ശേഷവും ഈ കനത്ത മഴ തുടരുമെന്ന് പറയുന്നു. 1-ാം തീയതി മുതൽ കാലവർഷം തുടങ്ങുകയും ചെയ്യുകയാണ്. ഇപ്പോഴും ഇന്ന് വരെ പെയ്യുന്ന ഈ മഴ പോലും വേനൽ മഴയുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത്.